വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യണം? ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിറൻസിന്റെയും ഒരു കോമൺ ഡൗട്ട് ആണ്, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഡെയിലി ചെയ്യണോ, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും ഫുൾ ലെങ്ത് ആണോ ചെയ്യേണ്ടത്, സെക്ഷണൽ ആണോ ചെയ്യേണ്ടത്? ഇങ്ങനെ കുറേ അധികം ഡൗട്ട്സ് ഉണ്ട്. പ്രിലിംസും മെയിൻസും ഒരേപോലെ കൊണ്ടുപോകണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്രീക്വൻസി എങ്ങനെയാണ്? ഇതെല്ലാം നിങ്ങൾക്കുള്ള ഒരു കോമൺ ഡൗട്ടാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. എന്തിനാണ് മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങിയ ആസ്പിറൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സബ്ജക്ട്സ് ഒക്കെ അറിയാം. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് കടക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, എന്താണ് മോക്ക് ടെസ്റ്റ് എന്നൊക്കെ അറിയാൻ കയറിയതാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ബാങ്ക് എക്സാമിന് 4 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് ബാങ്ക് എക്സാമിന്റെ കടമ്പ എന്ന് പറയുന്നത്, ക്ലർക്ക് ആണെങ്കിൽ നമുക്ക് പ്രിലിംസും മെയിൻസും അതിനുശേഷം ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. PO ആണ് എന്നുണ്ടെങ്കിൽ പ്രിലിംസിനും മെയിൻസിനും ശേഷം ഇന്റർവ്യൂ ഉണ്ടാകും. ഇപ്പൊ SBA ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ സബ്ജക്ട്സിലേക്ക് വരാം. പ്രിലിംസിനാണെങ്കിൽ നമുക്ക് 3 സബ്ജക്റ്റ് ആണുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ മാത്സ്, ദെൻ റീസണിങ് ആൻഡ് ഇംഗ്ലീഷ്. RRB ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും മാത്രമേ കാണത്തുള്ളൂ, പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല. ഇതെന്തിനാ സബ്ജക്ട് ഞാൻ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ മോക്ക് ചെയ്യുമ്പോഴും ഈ സബ്ജക്ട്സ് ഒക്കെ തന്നെയായിരിക്കും പ്രിലിംസിന്റെ മോക്കും മെയിൻസിന്റെ മോക്കും. ഇപ്പൊ നിങ്ങൾ RRB എടുക്കുമ്പോൾ അതിൽ പ്രിലിംസിന്റെ മോക്ക് എടുക്കുമ്പോൾ അതിൽ ഇംഗ്ലീഷ് കാണില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരരുത്, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. അപ്പൊ പ്രിലിംസിന് നമുക്ക് 3 സബ്ജക്റ്റും, മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇതേ റീസണിങ്, ഇംഗ്ലീഷ്, ദെൻ എക്സ്ട്രാ നമുക്ക് ജനറൽ അവയർനെസ് ആൻഡ് ബാങ്കിങ് അവയർനെസ്സും കമ്പ്യൂട്ടറും ആണ്. നമുക്ക് 5 സബ്ജക്റ്റ് ആണ് മെയിൻസിനുള്ളത്. അപ്പൊ കമ്പ്യൂട്ടർ സെപ്പറേറ്റ് ആയിട്ട് മെയിൻസിന് ചോദിക്കുന്നത് RRBക്ക് മാത്രമാണ്. ബാക്കി SBI ആണെങ്കിലും IBPS ആണെങ്കിലും റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് സബ്ജക്റ്റിന്റെ നെയിം വരിക. പക്ഷേ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് 99% അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 100% റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, യെസ്. അപ്പോ ടൈപ്സ് ഓഫ് മോക്ക്. അപ്പൊ ഏതൊക്കെ തരത്തിലാണ് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്. എന്താ ഈ ടോപ്പിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബാങ്ക് എക്സാംസിന്റെയും സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ സബ്ജക്ട് ഏതൊക്കെയാ പറഞ്ഞ? റീസണിങ്, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും കറണ്ട് അഫേഴ്സും. ഈ റീസണിങ്ങിന്റെ ആണെങ്കിലും ഇംഗ്ലീഷിന്റെ ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ആണെങ്കിലും നമ്മൾ എൻറ്റയർ സിലബസ് കവർ ചെയ്യുക. ഇപ്പൊ റീസണിങ് എങ്ങനെ പഠിക്കണം, റീസണിങ്ങിന്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കാണുക. അതിൽ തന്നെ ഓരോ ടോപ്പിക്സ് പറയുന്നുണ്ട്. ഇപ്പൊ റീസണിങ്ങിന്റെ പ്രിലിംസിനകത്തിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ്? സിലോജിസം, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, കോഡിംഗ്, ഡീകോഡിംഗ്, അങ്ങനെ ഓരോ ടോപ്പിക്കിന്റെയും സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട്. അതുകൂടാതെ സെക്ഷണൽ ടെസ്റ്റ്. അപ്പൊ ഇത് എന്താണ് ഈ സെക്ഷണൽ ടെസ്റ്റ് എന്ന് നിങ്ങൾ വിചാരിക്കും. ഇപ്പൊ നമ്മൾ പ്രിലിംസിന്റെ ഇത്ര സബ്ജക്ട്സ് എന്ന് പറഞ്ഞില്ലേ, അതായത് റീസണിങ്, ക്വാണ്ട്, ഇംഗ്ലീഷ്, ഈ 3 സബ്ജക്റ്റിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റിനെയാണ് സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറയുക. അങ്ങനെ സെക്ഷണൽ ടെസ്റ്റ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫുൾ ലെങ്ത് ടെസ്റ്റും ഉണ്ട്. അതായത് ഒരുമിച്ച് പ്രിലിംസ് ഈ 3 സബ്ജക്റ്റും കൂടെയാണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു പ്രിലിംസിന് നമുക്ക് 3 സബ്ജക്റ്റാണ്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ SBI ക്ലർക്കിന്റെ പ്രിലിംസ് ആണെങ്കിലും IBPS ക്ലർക്കിന്റെ പ്രിലിംസ് ആണെങ്കിലും നമുക്ക് QA 35 ക്വസ്റ്റ്യനും 20 മിനിറ്റും ആയിരുന്നു. അതേപോലെ റീസണിങ് 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. ഇത് ഓരോ സെക്ഷൻ ആയിട്ടാണ് പരീക്ഷ. നമുക്ക് വാച്ച് ഒന്നും കൊണ്ട് കയറാൻ പറ്റില്ല. നമുക്ക് ഈ 35 ക്വസ്റ്റ്യൻ ചെയ്യാൻ 20 മിനിറ്റ് ആണ്, അതൊരു സെക്ഷൻ. ഓക്കെ, റീസണിങ് അടുത്ത തുടങ്ങിയ തന്നെ ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷനിലേക്ക് പോകും. 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, അതേപോലെ തന്നെ ഇംഗ്ലീഷും. അപ്പൊ ഇതിന് ഓരോന്നിന്റെയും സെപ്പറേറ്റ് ടെസ്റ്റിനെയാണ് സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 35 ക്വസ്റ്റ്യന് 20 മിനിറ്റ് മാത്രമായിരിക്കും സെക്ഷണൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുക. അതേപോലെ റീസണിങ്ങിന്റെ 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, ക്വാണ്ടിന്റെ ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. അപ്പൊ ഫുൾ ലെങ്ത് ടെസ്റ്റ് എന്തായിരിക്കും? ഇത് 3 കൂടെ ഉള്ള ടെസ്റ്റ് ആണ് ഫുൾ ലെങ്ത് ടെസ്റ്റ്. ഓക്കെ, അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് മോക്സ് എന്ത് ചെയ്തിട്ടുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം, അതിലേക്ക് ഞാൻ വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നല്ലൊരു റൈറ്റ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ മോക്ക് അവൈലബിൾ ആണ്.
നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, നിങ്ങളൊരു റിപ്പീറ്റർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ മോക്ക് അവൈലബിൾ ആണ്. അവരുടെ എല്ലാം ഫ്രീ അവൈലബിൾ ആണ്, മീൻസ് ഫ്രീ മോക്സ് അവൈലബിൾ ആണ്. സെക്ഷണൽ ആണെങ്കിലും ഓരോന്നൊക്കെ വെച്ചിട്ട് എല്ലാത്തിലും ഫ്രീ മോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാ പ്ലാറ്റ്ഫോംസിന്റെയും ഫ്രീ മോക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഇനി നിങ്ങളോട് ചോദിക്കേണ്ട കുറേ അധികം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ നിങ്ങൾ ഒരു ബിഗിനർ ആണ് എന്നിരിക്കട്ടെ, നിങ്ങൾ തുടക്കക്കാരാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ എൻറ്റയർ സിലബസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. കാരണം ആ എൻറ്റയർ സിലബസ് കവർ ചെയ്താലല്ലേ നമുക്ക് ഈ മോക്ക് എഴുതാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ ബിഗിനർ ആണെങ്കിൽ ഞങ്ങൾ മോക്ക് ചെയ്യണ്ടേ തുടക്കത്തില്? ആദ്യം വേണമെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇതെന്താണെന്നൊന്ന് അറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രീ മോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ് അല്ലെ, ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് പോലും കിട്ടുന്നില്ല, കണ്ണടച്ച് തുറക്കും മുന്നെയാണ് സമയം പോകുന്നത്, നല്ല രീതിയിൽ എനിക്ക് എൻ്റെ സ്പീഡ് കൂട്ടണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ഒരു ലെവല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു മോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തനിയെ ചെയ്ത് നോക്കാം. നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, ആരാണെങ്കിലും നിങ്ങൾക്കൊരു ഫസ്റ്റ് മോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് സിലബസ് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ടോപ്പിക്സ് അറിയില്ല. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഓരോ സബ്ജക്റ്റിന്റെയും, റീസണിങ്ങിന്റെയും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെയും, ഇംഗ്ലീഷിന്റെയും. ഇപ്പൊ റീസണിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ 6 മിസ്ലേനിയസ് ടോപ്പിക് ഉണ്ട്. കോഡിംഗ്, ഡീകോഡിംഗ്, അതേപോലെ നമുക്ക് സിലോജിസം, ആൽഫ ന്യൂമറിക് സീരീസ്, ദെൻ ഡയറക്ഷൻ ടെസ്റ്റ്, ബ്ലഡ് റിലേഷൻ, ഇൻഇക്വാളിറ്റി, ഇതേപോലെ മസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഈ ഓരോ ടോപ്പിക്ക് പഠിക്കുകയും അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുകയും വേണം. ഞാൻ ആ പറഞ്ഞതിന്റെ മെത്തേഡ് മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ദിവസം ഡയറക്ഷൻ ടെസ്റ്റ് പഠിച്ചു, നന്നായിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ദെൻ അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തായി, ഓക്കെ ആകും. നമുക്ക് ഒറ്റ സുപ്രഭാതത്തിൽ ഭയങ്കര സ്പീഡൊന്നും ഉണ്ടാകത്തില്ല. അത് നിങ്ങൾക്ക് ആ ടോപ്പിക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നത് നന്നായിട്ട്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെയും ഇംഗ്ലീഷിന്റെയും ഓരോ ടോപ്പിക്സ് നന്നായി പഠിക്കുക, അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ സിലബസ് കംപ്ലീഷൻ പ്ലസ് ടോപ്പിക് ടെസ്റ്റ് നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാം. അതായത് എല്ലാം കൂടെ ഒറ്റ ദിവസം നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും പഠിക്കാൻ പറ്റില്ല. ഓരോ സബ്ജക്റ്റിന്റെയും ടോപ്പിക്സ് നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആക്കണം. ഞാൻ എപ്പോഴും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആസ്പിറൻസിനോട് എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ആദ്യമേ ഞാൻ പറയും റീസണിങ് ഇന്നതാണ് സിലബസ്. എൻ്റെ സബ്ജക്ട് റീസണിങ് ആണ്. അപ്പോൾ ഞാൻ റീസണിങ് ഇന്നതാണ് പ്രിലിംസിന് വരിക അല്ലെങ്കിൽ മെയിൻസിന് വരിക. നിങ്ങൾ ഇത് നോട്ട്ബുക്കിന്റെ ഫസ്റ്റ് തന്നെ എഴുതി വെക്കണം. എന്നിട്ട് ഓരോ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അതിൽ ടിക്ക് ഇടണം എന്ന് ഞാൻ പറയാറുണ്ട്. ഇവിടെ ഞാൻ അത് നിങ്ങളോട് പറയുന്നു, എഴുതി വെക്കുക, ഓരോ ടോപ്പിക്ക് പഠിക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക, ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക. ടോപ്പിക് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈമർ വെച്ചും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ സെപ്പറേറ്റ് ടോപ്പിക് ടെസ്റ്റ് ഒക്കെ 10 ക്വസ്റ്റ്യന്റെയും 20 ക്വസ്റ്റ്യന്റെയും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ആവും. അതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പൊ നിങ്ങളോട് സ്വയം ചോദിക്കാം, ഞാൻ എൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സെക്ഷണൽ ടെസ്റ്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് രണ്ടും കൂടെ ആദ്യം ഓരോന്നിന്റെയും പഠിക്കുക, ദെൻ രണ്ടാമത്തേത് അതിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുക, മൂന്നാമത്തെ കാര്യമാണ് സെക്ഷണൽ ടെസ്റ്റ്. ഇനി സെക്ഷണൽ ടെസ്റ്റ് എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരരുത്. സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഓരോന്നിന്റെയും, ഓരോ റീസണിങ്ങിന്റെയും, ക്വാണ്ടിന്റെയും, ഇംഗ്ലീഷിന്റെയും സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആസ്പിറൻസിനോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ റീസണിങ്ങിന്റെ കേസിൽ 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ് എടുത്ത് ചെയ്യുക. അപ്പോഴാണ് ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാകുക. ഇപ്പൊ അതിൻ്റെ അകത്തിൽ മിസ്ലേനിയസ് ടോപ്പിക്സ് ഉണ്ടായിരിക്കും, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും. എവിടുന്ന് തുടങ്ങണം, ആദ്യം മിസ്ലേനിയസ് ചെയ്യണോ പസിൽസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാണ്. അപ്പൊ ചിലർ മിസ്ലേനിയസ് ചെയ്തിട്ടാണ് പസിൽസിലേക്ക് വരിക, ചിലര് ആ ഓർഡറിൽ അങ്ങ് പോകും, ചിലർ ആദ്യം പസിൽസ് ചെയ്യും. പ്രിലിംസിന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ സ്പീഡായിട്ട് ഫീൽ ചെയ്യുന്നത്, സ്പീഡ് എന്ന് ഉദ്ദേശിച്ചത് സ്പീഡ് പ്ലസ് ആക്യുറസി. ആക്യുറസി ഇല്ലാത്ത സ്പീഡ് കൊണ്ട് ഒരു കാര്യമില്ല, ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാ, യാതൊരു പ്രയോജനവും ഇല്ല.
അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡർ ഇപ്പം നിങ്ങൾ ഒരു മോക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. സെക്ഷനിൽ ചെയ്യുമ്പോൾ ഓർഡറിലും ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മിസ്ലേനിയസ് ചെയ്തിട്ട് പസിൽസിലേക്ക് വരുന്ന രീതിയിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് സ്കോർ കൂടുതൽ കിട്ടുന്നത്, നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയന്റ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സെക്ഷണൽ ടെസ്റ്റ്, അതായത് ഈ ടോപ്പിക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേണം സെക്ഷൻ. അപ്പം നമ്മൾ എല്ലാ ടോപ്പിക്സും പഠിച്ചു. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് സമയം എടുക്കുന്നുണ്ട്, എനിക്ക് 35 എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അങ്ങനെ ക്വാണ്ടിൻ്റെയും റീസണിങ്ങിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും സെക്ഷണൽ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ എന്തിലേക്ക് കടക്കേണ്ടത്, ഫുൾ ലെങ്ത് പ്രിലിംസ്. അതായത് പ്രിലിംസിന്റെ കേസാണ് ഫസ്റ്റ് ഞാൻ പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രിലിംസിന്റെ എൻ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ടോപ്പിക് ടെസ്റ്റ്, സിലബസ് കംപ്ലീഷൻ പ്ലസ് ടോപ്പിക്സ് ടെസ്റ്റ് പാരലൽ ആയിട്ടായിരിക്കുമല്ലോ നടക്കുക. ദെൻ അതിനുശേഷം സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോർ വരണം എന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ കിട്ടുകയും ചെയ്യാം. അപ്പോൾ സ്കോർ കുറവാണെങ്കിൽ എവിടെയാണ് എനിക്ക് പ്രശ്നം വന്നത്, അതിലേക്കൊക്കെ ഞാൻ വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഓർഡർ ആണെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ, അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫുൾ ലെങ്ത് മോക്ക് ചെയ്യേണ്ടത് പ്രിലിംസിന്റെ. അതായത് 3 സെക്ഷനും കൂടെ ഒരുമിച്ചുള്ളത് 60 മിനിറ്റ്. അത് പക്ഷേ 20 മിനിറ്റ്സ് എടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് ടൈം വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസ് ഓക്കെ ആകും. ഇങ്ങനെ നിങ്ങൾ കുറച്ചപ്പോൾ ഇത് എത്ര എണ്ണം ചെയ്യണം അതിലേക്കൊക്കെ ഞാൻ വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ഇതിന്റെ ഓർഡർ വരേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണോ പോകുന്നത് എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, മെയിൻസിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ റീസണിങ്ങിന്റെ കേസ് തന്നെ മെയിൻസിന്റെ സ്ട്രാറ്റജി ഒക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സിലബസ് എന്താണെന്നൊക്കെ അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മെയിൻസിന്റെ സിലബസ് എന്താണെന്ന് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ സെപ്പറേറ്റ് കാണാം. അപ്പോ മെയിൻസിന്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. സെയിം പ്രിലിംസിന്റെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻസിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ മെയിൻസിന്റെ ടോപ്പിക് ടെസ്റ്റ് ചെയ്ത് മെയിൻസിന്റെ സിലബസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസിന്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. മെയിൻസിന്റെ ഫുൾ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂട്ടത്തിൽ ചെയ്യാം. സെക്ഷണൽ ടെസ്റ്റ് ചെയ്താലും ഇറ്റ്സ് ഓക്കെ, ഫൈൻ, പ്രശ്നമില്ല. കാരണം മെയിൻസിന്റെ നമുക്ക് ഫുൾ ടൈം ഒക്കെ വരെ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പൊ അത്രയും ടൈം എടുത്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഓരോന്നിന്റെയും സെക്ഷണൽ ടെസ്റ്റ് ചെയ്താലും മതിയാകും. ഇതാണ് നമ്മളുടെ ഒരു മോക്ക് ടെസ്റ്റിന്റെ പാത്ത് എന്ന് പറയുന്നത്. എവിടുന്ന് തുടങ്ങണം, അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് സ്വയം ഒന്ന് വിലയിരുത്തിക്കേ. എനിക്ക് സിലബസ് അറിയാമോ, എനിക്ക് എല്ലാ ടോപ്പിക്കും നന്നായിട്ട് അറിയാമോ, ഞാൻ ടോപ്പിക് ടെസ്റ്റ് ഓരോ ടോപ്പിക്കിലും ഈ ടോപ്പിക് ടെസ്റ്റ് ചെയ്യുന്നത് ഇത് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ടോപ്പിക്കും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പിക് ടെസ്റ്റ് ചെയ്യുന്നത്. സെക്ഷണൽ ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ അതോ ഫുൾ ലെങ്ത് മാത്രമാണോ ചെയ്തിട്ടുള്ളത്? ഓക്കെ, യെസ്. ഇനി ഓരോ കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം അതായത് ഫസ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് സിമുലേറ്റ് ദ റിയൽ എക്സാം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോക്ക് ചെയ്യാനിരിക്കുന്നത് റിയൽ എക്സാം ലെവല് പോലെ തന്നെ ഇരിക്കാം. നമ്മൾ കഴിക്കാനും കുടിക്കാനും ഒക്കെ സൈഡിൽ വെച്ച് ഇടയ്ക്ക് മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എണീറ്റ് പോയി, ആരെങ്കിലും വരുമ്പോൾ എണീറ്റ് പോയി, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയെന്ന് വെള്ളം കുടിച്ച്, അതായത് പോസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് അറിയാമല്ലോ. അങ്ങനെ ചെയ്യരുത്, ഒരു പ്രയോജനമില്ല. നിങ്ങൾ മോക്ക് ചെയ്യാനിരുന്നാൽ റിയൽ എക്സാമിന് എങ്ങനെയാണോ നിങ്ങൾ മോക്ക് ചെയ്യാനിരിക്കുന്നത് അതേ ലെവലിൽ തന്നെ ഇരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് സെക്ഷണൽ ആയിക്കോട്ടെ ഫുൾ ലെങ്ത് ആയിക്കോട്ടെ ഏതാണെങ്കിലും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു സമയത്ത് മാത്രം മോക്ക് ചെയ്യുന്ന രീതി ഒഴിവാക്കാം. നമുക്ക് ഏത് ഷിഫ്റ്റാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ രാവിലത്തെ ഷിഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്കത്തെ ഷിഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ വൈകുന്നേരത്തെ ഷിഫ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ ടൈം മാറ്റി മോക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അത് റിയൽ എക്സാമിന് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സിറ്റ് ഇൻ എ ക്വയറ്റ് റൂം വിത്ത് നോ ഡിസ്ട്രാക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. യൂസ് എ ടൈമർ മാച്ചിങ്. അത് ആക്ച്വലി നമ്മളിപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മോക്കിൽ ഓൾറെഡി ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് പക്ഷെ പോസ് ചെയ്ത് ചെയ്യരുത്. നമ്മൾ സെപ്പറേറ്റ് ടൈമർ യൂസ് ചെയ്യേണ്ട. ആ ടൈമർ ശ്രദ്ധിച്ചോണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ 60 മിനിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഓൾറെഡി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മോക്കിൽ 20 മിനിറ്റ്സ് ആകുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് അത് വെക്കോളും. ദെൻ അവോയ്ഡ് പോസ്റ്റിംഗ് ഓർ യൂസിങ് ഷോർട്ട് കട്ട്സ്. ഞാൻ പറഞ്ഞ് മനസ്സിലായി. അതായത് നിർത്തി വെച്ചിട്ട് പോകുക, പിന്നെ വീണ്ടും വന്ന് ചെയ്യുക, ആ പരിപാടി നിങ്ങൾ ചെയ്യരുത്. മാക്സിമം നിങ്ങൾക്ക് ആ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ആ ടൈം ഞാൻ ഇതിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. ഓക്കെ, യെസ്, ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ റിയൽ ടെസ്റ്റ്. നിങ്ങളുടെ റിയൽ എക്സാം എങ്ങനെയാണോ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം നിങ്ങൾ മോക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ടോപ്പിക് ടെസ്റ്റ് ആണെങ്കിൽ കൂടെ നിങ്ങൾ അത് ചെയ്യാനിരിക്കുമ്പോൾ
അത്രമേൽ പ്രാധാന്യം കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റംപ്റ്റ് സെക്ഷൻ വൈസ് സ്ട്രാറ്റജിക്കലി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാര്യം വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്നോട് ഇപ്പം ഇവിടെ നമ്മുടെ ആസ്പിറൻസിനോടെല്ലാം ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യും. കാരണം ഓരോ സെക്ഷൻ്റെയും ആത്മാവ് തൊട്ടറിയാൻ, അല്ലെങ്കിൽ ഞാൻ എത്ര ലെവലിലാണ് നിൽക്കുന്നതെന്ന് റിയലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സെക്ഷണൽ ടെസ്റ്റാണ്. നിങ്ങൾ തന്നെ ഇപ്പം എൻ്റെ സബ്ജക്റ്റ് റീസണിങ് ആയതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ ടോപ്പിക്സ് എല്ലാം പഠിച്ചു. 6 മിസ്ലേനിയസ് ഉണ്ട്, 7 ടൈപ്പ് ഓഫ് പസിൽസ് ഉണ്ട്, 6 ടൈപ്പ് ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. പ്രിലിംസിന്റെ കേസാണ്. അതേപോലെ തന്നെ നമുക്ക് മെയിൻസിലേക്ക് വരുമ്പോൾ ഒരു 10-13 മിസ്ലേനിയസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പസിൽസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രിലിംസ് ആണെങ്കിൽ 20 മിനിറ്റ് 35 ക്വസ്റ്റ്യനും ആണ്. ഇപ്പൊ IBPS SBI തുടങ്ങിയ എക്സാമുകൾക്ക്. RRB ആണെന്നുണ്ടെങ്കിൽ റീസണിങ് 40 ക്വസ്റ്റ്യനും 25 മിനിറ്റും ആണ്. അപ്പൊ ഈ ടൈം ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഇതെങ്ങനെയാണ് ഞാൻ യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുക സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അത് ചെയ്യുമ്പോൾ ഇപ്പോൾ ആദ്യം പസിൽസിൽ നിന്ന് തുടങ്ങണോ, അല്ലെങ്കിൽ മിസ്ലേനിയസിൽ നിന്ന് തുടങ്ങണോ, അല്ലെങ്കിൽ ഇത് ചെയ്ത് കംപ്ലീറ്റ്ലി കഴിയുമ്പോൾ എൻ്റെ സമയം എവിടെ പോയത്, ഞാൻ ഏത് ക്വസ്റ്റ്യനിലാണ് സ്റ്റക്ക്, അതായത് എൻ്റെ ടൈം പോയ ക്വസ്റ്റ്യൻ ഏതാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇത് ഈ മെത്തേഡിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായേനെ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് റിയലി മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യനിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതെന്ന് അവർ കാണിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്റ്റക്ക് ആകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോകുന്ന ക്വസ്റ്റ്യൻ ഏതാ. ഇപ്പം നമ്മൾ ബ്ലഡ് റിലേഷൻ ചെയ്യുമ്പോഴത്തേക്കിന് എപ്പോഴും ഞാൻ പറയുന്നതാ, ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് നമ്മളെ ഭയങ്കരമായിട്ട് കുഴപ്പിക്കും. ഇതേപോലെ തന്നെയാണ് ക്വാണ്ടിന്റെ കേസും. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ സ്പീഡ് മാത്സ് എല്ലാം ചെയ്തു, അതിനുശേഷം നിങ്ങൾ DI ചെയ്തു, ദെൻ അരിത്തമെറ്റിക്കിലേക്ക് വന്നപ്പോഴത്തേക്കിനും സമയം പോയി. അപ്പൊ ഏത് DIയിലാണോ എൻ്റെ സമയം പോയത്, കാൽക്കുലേഷനിലാണോ എൻ്റെ സമയം പോയത് എന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി സബ്ജക്റ്റിന്റെ കാര്യമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ഡോണ്ട് സ്പെൻഡ് ടു ലോങ് ഫോർ വൺ ക്വസ്റ്റ്യൻ. അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകുക സെക്ഷണൽ ടെസ്റ്റ് ചെയ്ത് അത് അനലൈസ് ചെയ്യുമ്പോഴാണ്. ഞാൻ അതിലേക്ക് വരാം. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, മോക്ക് ടെസ്റ്റ് ചെയ്ത് അങ്ങ് പോകും, പിന്നെ അതിലേക്ക് നോക്കില്ല. മാർക്ക് കൂടുതൽ കിട്ടിയാലും കുറവ് കിട്ടിയാൽ അയ്യോ കുറഞ്ഞു പോയി, നാളെ ഒന്നുകൂടെ ചെയ്യാം, വേറെ മോക്ക് ചെയ്യാം. എവിടെ എൻ്റെ മാർക്ക് കുറഞ്ഞു, അതിന്റെ അനാലിസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, യൂസ് ദി സ്കിപ്പ് ആൻഡ് റിട്ടേൺ ലെറ്റർ മെത്തേഡ്. കണ്ടോ, നിങ്ങളപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു, എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, അത് മാത്രമേ എക്സാമിന് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യൂ. വേറൊന്നും നമ്മൾ ചെയ്യില്ല. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് അതേപോലെ പോയി എക്സാമിന് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതേപോലെ പോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്ന മെത്തേഡ്, ഈ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്തു, അപ്പൊ അവർ തന്നെ അതാ പറയും, നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ തന്നെ നോക്കണം, ഈ ക്വസ്റ്റ്യൻ ആണ് എൻ്റെ സമയം കളഞ്ഞത്, ഞാനിത് സ്കിപ്പ് ചെയ്തിട്ട് മറ്റേതിൽ വന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇതിൽ പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ മാർക്ക് കിട്ടിയേനെ. ഇത് നമുക്കുണ്ടാകുന്ന റിയലൈസേഷനാണ്. അതിനാണ് മോക്ക് ചെയ്യേണ്ടത്. മോക്ക് ചെയ്യാതെ ഡയറക്ട്ലി എക്സാമിന് പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഓക്കെ, യെസ്. മാർക്ക് ഫോർ റിവ്യൂ ഫീച്ചർ ടു റീവിസിറ്റ് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന്റെ കംപ്ലീറ്റ് ഫീച്ചറും യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ മോക്ക് ചെയ്യണം. നമുക്ക് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, വായിച്ചു വന്നപ്പോൾ കണ്ടീഷൻസിന് അതിൽ ചെറിയൊരു മനസ്സിലാകാഴിക വരുന്നുണ്ട്, അപ്പൊ വേഗത്തിൽ അത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. അപ്പൊ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുമ്പോൾ അതിന്റെ കളർ മാറും, എനിക്ക് പിന്നീട് തിരിച്ചു വരാം. അല്ലെങ്കിൽ ആൻസർ കൊടുത്തു, അതെനിക്ക് ഒന്നും കൂടെ നോക്കണം എന്നുണ്ട്, ഞാനത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യുക. കഴിവതും നിങ്ങൾ ഫോണിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാതെ ഇരിക്കുക, സിസ്റ്റത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കഴിവതും മൗസ് യൂസ് ചെയ്ത് തന്നെ സിസ്റ്റത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫോണുമായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി യൂസ്ഡാ. നമുക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാനും എടുക്കാനും, കാരണം നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഭയങ്കര സ്പീഡാണ്. റിയൽ എക്സാമിൽ നമുക്ക് എന്താണ്, സിസ്റ്റത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. Then always balance speed and accuracy. എപ്പോഴും സ്പീഡും വെപ്രാളവും പറഞ്ഞിട്ട് ആക്യുറസി ഇല്ലെങ്കിൽ യാതൊരു കാര്യമില്ല. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ആക്യുറസിക്ക് കൊടുക്കുക. പക്ഷെ ആക്യുറസിയും സ്പീഡും മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാതെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്താലും നമ്മൾ ബാങ്കർ ആകില്ല. അപ്പോൾ പക്ഷേ സ്പീഡിലെല്ലാം തെറ്റിച്ച് വെച്ചാലും ബാങ്കർ ആകില്ല. ഇതിനെ രണ്ടിനും ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് ഏറ്റവും കൂടുതൽ നമുക്ക് സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റ് നമുക്ക് ട്രിപ്പിൾ സ്ട്രോങ് ആകും. ഓക്കെ, ഇപ്പൊ ആ ഒരു മെത്തേഡൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട് എന്ന് കരുതുന്നു. അനലൈസ് യുവർ പെർഫോമൻസ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, അനലൈസ് ചെയ്യുക.
ഇവിടെ ഓഫ്ലൈനിലാണെങ്കിലും ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇവരുടെ മോക്കിന്റെ സ്കോറാണ്. മോക്ക് സ്കോർ എഴുതി വെക്കണം എന്ന് ഞാൻ അവരോട് പറയും. അത് നിങ്ങളോടും എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള കാര്യം മുന്നോട്ടേക്ക് ഞാൻ പറയുന്നുണ്ട്. അത് അനലൈസ് ചെയ്തോ എന്ന് ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ പ്രിലിംസിന്റെ മോക്ക് ചെയ്താലും മെയിൻസിന്റെ മോക്ക് ചെയ്താലും അനലൈസ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് ചെയ്തു, എവിടാ എനിക്ക് മാർക്ക് പോയത്? ഞാൻ വിചാരിച്ചു എനിക്കൊരു 70+ കിട്ടുമെന്ന്. ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് 45 ഉള്ളൂ. ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് 65 ഉണ്ടായിരുന്നു, എനിക്ക് നെഗറ്റീവ് വന്നു. ഏത് സെക്ഷനിലാണ് എനിക്ക് നെഗറ്റീവ് വന്നത്? എവിടാ എൻ്റെ സമയം പോയത്? ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലാണ് എനിക്ക് പ്രശ്നം വന്നത്? അത് നന്നായിട്ട് അനലൈസ് ചെയ്യുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അനലൈസ് ചെയ്യാതെ നിങ്ങൾ ചുമ്മാ മോക്ക് ചെയ്തത് കൊണ്ട് മോക്ക് ചെയ്തതിൻ്റെ യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടില്ല. അനലൈസ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കും. ചിലപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ നല്ല സമയം എടുക്കും, എടുത്തോട്ടെ. അത് ദിവസം ചെല്ലും തോറും എന്ത് ചെയ്യും? കുറഞ്ഞു വരും. മീൻസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ എടുക്കുന്ന സമയം കുറഞ്ഞു വരും. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരിയാവാൻ തുടങ്ങും. ഓക്കെ, ചെക്ക് യുവർ ഓവറോൾ സ്കോർ ആൻഡ് സെക്ഷണൽ സ്കോർ. ഞാൻ പറഞ്ഞില്ല, സെക്ഷണൽ ടെസ്റ്റ് ആണെങ്കിൽ എവിടെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാം. ഓവറോൾ ഫുൾ ലെങ്ത് മോക്ക് ആണെങ്കിൽ ഓരോ സെക്ഷന്റെയും സ്കോർ നിങ്ങൾ സെപ്പറേറ്റ് നോട്ട് ചെയ്യാം. നോട്ട് ടൈം സ്പെൻഡ് ഫോർ പെർ ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എത്ര സമയമാണ് എടുത്തത്? ചിലത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും അല്ലെ? ഇപ്പൊ ചില പസിലൊക്കെ ഇത്ര സമയം കൊണ്ടാണോ ഞാൻ ആ പസിൽ ചെയ്തത്? അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതേപോലെ തന്നെ അയ്യോ ഈ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു ആൽഫാന്യൂമറിക്സ് ക്വസ്റ്റ്യനിൽ ഞാൻ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു, അതാണ് എനിക്ക് ഇത്രയും പ്രശ്നം വന്നതെന്ന് നമുക്ക് നന്നായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മോക്കിന്റെ അനാലിസിസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. Then review wrong answers carefully. എവിടാ തെറ്റ് പറ്റിയത്? ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. തെറ്റ് പറ്റിയത് എവിടെയാണ് അത് നന്നായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് 10 മാർക്കേ കിട്ടിയുള്ളെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടായിരിക്കണം. 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടായിരിക്കണം 10 മാർക്ക് കിട്ടേണ്ടത്. അല്ലാതെ 50 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് 10 മാർക്ക് കിട്ടിയത് കൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നെഗറ്റീവ് വരരുത്. നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്, അപ്പൊ കറക്കി കുത്തുന്ന പരിപാടി എന്തായാലും നടക്കില്ല. അപ്പൊ ആ നെഗറ്റീവ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഫൈൻഡ് വൈ യു മെയ്ഡ് മിസ്റ്റേക്സ്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്നത്? ചിലർ പറയും മിസ് എൻ്റെ അശ്രദ്ധ കൊണ്ടാ പറ്റിയത്. ഞാൻ ഇവിടെ പസിൽ എഴുതി വെച്ചിട്ട് ഞാൻ ആൻസർ കുത്തിയപ്പോഴത്തേക്കിന് മാറിപ്പോയി. ഇങ്ങനൊക്കെ നിങ്ങൾക്ക് വരുന്ന കേസാ. അപ്പൊ എൻ്റെ അശ്രദ്ധ കാരണമാണോ, എൻ്റെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കാരണമാണോ, എൻ്റെ വെപ്രാളം കാരണമാണോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻറ്റ് വൺ. ഏറ്റവും ഞാൻ നിർബന്ധമായിട്ട് ക്ലാസ്സിൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഞാൻ നിർബന്ധമായിട്ട് ആസ്പിറൻസിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് കീപ് എ മോക്ക് ടെസ്റ്റ് ജേർണൽ. അതായത് നിങ്ങൾ ചെയ്യുന്ന മോക്കിന്റെ മാർക്ക് എഴുതി വെക്കുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് നമ്മളെ പറ്റിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ എങ്ങനായിരുന്നു? ഇപ്പൊ നിങ്ങൾ ചോദിക്കും മിസ്സേ എങ്ങനെ എത്ര മോക്ക് ടെസ്റ്റ് വെച്ച് ചെയ്യണോ? എല്ലാ ദിവസവും ചെയ്യണോ? അതിന് ഞാൻ നിങ്ങളോട് ആദ്യം തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളെ സിലബസ് കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ പറഞ്ഞ പാത്തിലൂടാണോ വന്നത്? ആ പാത്തിലൂടെ വരിക. ആ പാത്തിലൂടെ വന്നിട്ട് ടോപ്പിക് എല്ലാം കവർ ആയെങ്കിൽ ഡെയിലി സെക്ഷണൽ ചെയ്തോ. ചിലപ്പോൾ നിങ്ങൾക്ക് 3 സെക്ഷണൽ ഒരു ദിവസം ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല. ഓരോ സെക്ഷണൽ ചെയ്യുക, അനലൈസ് ചെയ്യുക. എന്നിട്ട് ഫുൾ ലെങ്ത്തിലേക്ക് കടക്കുമ്പോൾ എക്സാം അടുക്കുന്ന എക്സാം അടുത്ത സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിടവിട്ട് ചെയ്താലും മതി. ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ വീക്കിലി വൺസ് ചെയ്താൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബിഗിനർ ആണെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക പ്ലസ് ടോപ്പിക് ടെസ്റ്റ്, അതിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ആ ടോപ്പിക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സെക്ഷണലിലേക്ക് വന്നെങ്കിൽ, നിങ്ങൾ ഡെയിലി സെക്ഷണൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നതിന്റെ സ്കോർ നിങ്ങൾ എഴുതി വെക്കണം. ഓരോന്നിന്റെയും സ്കോർ എഴുതി വെക്കണം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാനൊരു മോഡൽ കാണിക്കാം. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫിക്കേഷൻസ് വരുത്താം. ഞാൻ ക്ലാസ്സുകളിലും പറയുന്ന ഒരു കാര്യം, അതായത് എന്നാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങൾക്ക് ഡേറ്റ് എഴുതാം. ഇപ്പോൾ നിങ്ങൾ 4-നാണ്, ഇപ്പൊ ഇന്നത്തെ തീയതി അല്ലെങ്കിൽ എന്നാണോ 4/11/2025 നിങ്ങൾ ചെയ്തെങ്കിൽ ഡേറ്റ് അവിടെ കൊടുക്കുക. നിങ്ങൾ എന്താ ചെയ്തതിന്, അതായത് ഫുൾ ലെങ്ത് ആണോ സെക്ഷണൽ ആണോ, നിങ്ങൾക്ക് അത് അവിടെ എഴുതാം. നിങ്ങളിപ്പോൾ സെക്ഷണൽ ആണെങ്കിൽ സെക്ഷണൽ എഴുതാം, അല്ലെങ്കിൽ ഫുൾ ലെങ്ത് ആണെങ്കിൽ ഫുൾ ലെങ്ത് എന്ന് എഴുതാം. ഇനി സെക്ഷണൽ നിങ്ങൾ ഏതാ ചെയ്തത്? റീസണിങ് ആണോ അല്ലെങ്കിൽ ക്വാണ്ട് ആണോ ഇംഗ്ലീഷ് ആണോ?
അതിൽ നിങ്ങൾ ടോട്ടൽ അറ്റംപ്റ്റ് എത്ര എടുത്തു? ഇപ്പൊ റീസണിങ് 35 ചെയ്തതെങ്കിൽ റീസണിങ്ങിൽ നിങ്ങൾ ടോട്ടൽ 32 അറ്റംപ്റ്റ് ചെയ്തു. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എത്ര സ്കോർ വന്നു? വെരി 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 ഇമ്പോർട്ടൻറ്റ് വൺ. എത്ര സ്കോർ വന്നു നിങ്ങൾക്ക് ചെയ്തപ്പോഴത്തേക്കിന് 25 അല്ലെ? നിങ്ങളുടെ ടോട്ടൽ സ്കോർ വന്നത് റീസണിങ്ങിന് നിങ്ങൾക്ക് 25. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത് 32 അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് നെഗറ്റീവ് വന്നു? 7 മാർക്ക് നെഗറ്റീവ് വന്നു. ഞാൻ പറയുന്ന മെത്തേഡ് മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെ ഓരോ സബ്ജക്റ്റും നിങ്ങൾ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ എന്ന് മോക്ക് ടെസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എത്ര മാർക്ക് വന്നു, എനിക്ക് എത്ര നെഗറ്റീവ് വന്നു. അടുത്ത ദിവസം ആകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നാളെ ചെയ്യുമായിരിക്കും. ഇന്ന് ചെയ്തപ്പം എനിക്ക് ഇത്ര തെറ്റൊക്കെ പറ്റി, അടുത്ത ദിവസം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഇവിടെയും വീണ്ടും എഴുതുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ താഴോട്ട്, ഇതിപ്പോ ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിച്ചതാണ്, ഇങ്ങനെ താഴോട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് കുറഞ്ഞു വരുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ നിങ്ങൾ അത് നോക്കേണ്ട ഒരു സബ്ജക്റ്റാ ഇംഗ്ലീഷ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നതാ ഇംഗ്ലീഷ്. നിങ്ങളുടെ അറ്റംപ്റ്റ് നോക്ക്, നിങ്ങളുടെ എത്രയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് വന്നതെന്ന് നോക്ക്. ഇങ്ങനെ നിങ്ങൾ ഒരു ബുക്ക് കീപ്പ് ചെയ്യുക. ഞാൻ നിർബന്ധമായിട്ട് ഇവിടെ ഓഫ്ലൈനിൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി തന്നെ നന്നായിട്ട് മനസ്സിലാകും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നതാണ്. ഈ ചെയ്ത ഇതേ മോക്ക് ഒരു 10-15 ദിവസത്തിന് ശേഷം റീ അറ്റംപ്റ്റിന് നിങ്ങൾ ഒരു കോളം ഇടണം. അതെന്തിനാ? നമുക്കിപ്പം ഏത് മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോം നിങ്ങൾ പർച്ചേസ് ചെയ്താലും 10,000 മോക്കൊന്നും ഇല്ലല്ലോ അല്ലെ? നമുക്കൊരു ഫിക്സഡ് എണ്ണം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇത് റീ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഇവിടം വരെ എത്തി, എവിടാണ് എൻ്റെ മാർക്ക് പോയത് അനലൈസ് ചെയ്തു. ഒരു 10 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഒരു 12 ദിവസത്തിന് ശേഷം നിങ്ങൾ റീ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 100% വന്നിരിക്കണം, നിർബന്ധമാണ്. എസ്പെഷ്യലി പ്രിലിംസ്. മീൻസിന് ഞാൻ അത്രയും പറയുന്നില്ല. നിങ്ങൾ റീ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ ചെയ്ത അതേ മിസ്റ്റേക്ക്, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഞാൻ ഇവിടെ ചെയ്തു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ബ്ലഡ് റിലേഷനിൽ എൻ്റെ ടൈം പോയിന്നോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ റിമാർക്സിൽ എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾ റീ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അതേ മിസ്റ്റേക്ക് നിങ്ങൾ വീണ്ടും ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഡെയിലി ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടില്ലേ? നിങ്ങൾ സത്യസന്ധമായി താഴെ കമന്റ് ആയിട്ട് പറയാം. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു? ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എനിക്കും മനസ്സിലാകും. ഇതിന്റെ അകത്തിൽ കുറെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അതേപോലെ ഇവിടെ ഇപ്പൊ നിങ്ങൾ പ്രിലിംസ് മാത്രമല്ല, ഇതേപോലെ നിങ്ങൾക്ക് മെയിൻസ് ചെയ്യാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, മിസ് മെയിൻസിന് ഫുൾ ലെങ്ത് ചെയ്യണോ സെക്ഷണൽ ചെയ്യണോ? സെക്ഷണൽ ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഫുൾ ലെങ്ത് അത്രയും ടൈം ആകുമ്പോൾ നിങ്ങൾ അത്രയും ടൈം ഇരുന്നില്ലെങ്കിലും ഇപ്പോൾ SBI ക്ലർക്ക് എക്സാം വരുന്നുണ്ട്. നമുക്ക് 50 ക്വസ്റ്റ്യന് 45 മിനിറ്റും 60 മാർക്കുമാണ് അല്ലെ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ 45 മിനിറ്റ്സിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്? ഞാൻ എപ്പോഴും പറയും, റീസണിങ്ങിന്റെ കേസിൽ മിസ്ലേനിയസിൽ വന്നിട്ടേ നിങ്ങൾ പസിൽസിലേക്ക് വരാവൂ. എസ്പെഷ്യലി മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ്. പ്രിലിംസ് ആണെങ്കിലും അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങളിപ്പോൾ ഫുൾ ലെങ്ത് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റീസണിങ്ങിന് എത്ര വന്നു, ക്വാണ്ടിന് എത്ര വന്നു, ഇംഗ്ലീഷിന് എത്ര വന്നു, ഓരോന്നിനും എത്ര വന്നു, ഇവിടെ വേണേൽ നിങ്ങൾക്ക് ഒരു കോളം കൂടെ ആഡ് ചെയ്യാം ടോട്ടൽ മാർക്ക് ചെയ്യാൻ. മീൻസ് ടോട്ടൽ 100ൽ എത്ര ആണെന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാൻ ഒരു കോളം കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ അകത്തിൽ വേറെ എന്തെങ്കിലും മാർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുത്താം. ഇത് ഞാൻ ജസ്റ്റ് ഒരു മോഡല് കാണിച്ചതാ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ആഫ്റ്റർ ആ റീ അറ്റംപ്റ്റ് സ്കോർ നോക്കുമ്പോഴാണ് എനിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാകാം. ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ ആ പറഞ്ഞത്? ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇന്ന് തൊട്ട്, ഇപ്പൊ നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ആഫ്റ്റർ 1 മന്തിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങൾ പറയുക, നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടായോ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ പറയുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഞാൻ ആ ഒരു കോളം നിങ്ങളെ ഓൾറെഡി കാണിച്ചു. നിങ്ങളുടെ ആക്യുറസി എന്താണ്, നിങ്ങളുടെ വീക്ക് ടോപ്പിക്സ് ഏതാണ്, കീ മിസ്റ്റേക്ക് ഏതാണ്. അപ്പം നമുക്ക് ആ ഒരു കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് എന്താണ് വന്നത്. ഇപ്പം തുടക്കത്തിൽ എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സെക്ഷനിൽ തന്നെ ഒന്നട വിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ദിവസം റീസണിങ്ങിന്റെ സെക്ഷനിൽ, അടുത്ത ദിവസം ക്വാണ്ടിന്റെ സെക്ഷനിൽ, അടുത്ത ദിവസം ഇംഗ്ലീഷിന്റെ സെക്ഷനിൽ. അപ്പൊ നിങ്ങൾ ഇംപ്രൂവ് ആയി വരുന്നുണ്ടെന്ന് കാണുവാണെങ്കിൽ ഒരു ഫുൾ ലെങ്ത് അങ്ങ് ചെയ്യാം. അപ്പൊ ഡെയിലി പ്രിലിംസിന്റെ ഫുൾ ലെങ്ത് ചെയ്യണം.
നിങ്ങൾ നല്ല രീതിയിൽ ഓക്കെ ആയി വരുമ്പോഴത്തേക്കിന് ഒരു ഫുൾ ലെങ്ത് ചെയ്യാൻ 1 മണിക്കൂർ, ജസ്റ്റ് അതിന്റെ അനാലിസിസിന് ½ an hour. ബാക്കി ഫുൾ ടൈം എന്തിനു കൊടുക്കണം? മെയിൻസിന് കൊടുക്കണം. ഓക്കെ, എല്ലാ ദിവസവും റീസണിങ്ങിന്റെയും ക്വാണ്ടിന്റെയും മെയിൻസിന്റെ സെക്ഷനിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതേപോലെ സ്കോർ എഴുതി വെക്കുക, നന്നായി അനലൈസ് ചെയ്യുക. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഫോക്കസ് ഓൺ വീക്ക് ഏരിയ. നമ്മൾ അനാലിസിസിൽ നിന്ന് നമ്മുടെ പ്രശ്നം എവിടെയാണ്, നമുക്ക് ഏതിനാണ്, ഇംഗ്ലീഷിന് എനിക്ക് നെഗറ്റീവ് വരുന്നുണ്ടോ, ഓക്കെ ഞാൻ റൂൾസ് ഒക്കെ ഒന്നുകൂടെ നന്നായിട്ട് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എറർ ഡിറ്റക്ഷൻ തെറ്റുന്നുണ്ട്, അല്ലെങ്കിൽ റീസണിങ്ങിന് എനിക്ക് പസിൽസ് തെറ്റുന്നുണ്ട്, ക്വാണ്ടിൽ എനിക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ആ ഒരു വീക്ക് ഏരിയ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം നന്നായിട്ട് എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മോക്ക് അനലൈസ് ചെയ്ത് നിങ്ങൾ അതിന്റെ ഒരു ടേബിൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അത് നന്നായിട്ട് റിവ്യൂ ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്ന ഏരിയ നന്നായിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. സിലോജിസത്തിലാണോ എന്തിലാണോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത് അത് നന്നായിട്ട് റിവൈസ് ചെയ്യാൻ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം വന്നതെന്ന് റിമാർക്സിന്റെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി പ്രാക്ടീസ് സിമിലർ ക്വസ്റ്റ്യൻസ് ടൈപ്പ്. അത് അടുത്ത ടെസ്റ്റിന് മുന്നേ നിങ്ങൾ ആ ടൈപ്പ് ഓഫ് കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ പസിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഡെയിലി നിങ്ങളൊരു 20 പസിൽസ് ചെയ്യാം. അത് ഡെയിലി ചെയ്യാം. ഓക്കെ, ഇനിയും മോക്ക് ടെസ്റ്റ് റെഗുലർ ആയിട്ട് വേണോ? അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ സ്വന്തം ലെവൽ എവിടാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ. ഇപ്പൊ നിങ്ങളൊരു തുടക്കക്കാരാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പറയാം, ഫസ്റ്റ് നിങ്ങളൊരു മോക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ മാർക്ക് കുറവായിരിക്കും, എന്നിട്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ മോക്ക് ചെയ്യാതെ ടോപ്പിക് ടെസ്റ്റ് ചെയ്ത് സിലബസ് സെറ്റ് ആക്കുക. എന്നിട്ട് സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. ആ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വീക്കിലി 2 to 3 times ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് നമുക്ക് തന്നെ സ്വയം മനസ്സിലാകും, ഇന്ന് ചെയ്തു എനിക്കൊരു 25 കിട്ടി, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഡെയിലി ബേസിസിൽ എന്ത് ചെയ്യാം. അത് നല്ലതാണ്. അപ്പം നമ്മൾ പ്രിലിംസ് ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ ഡെയിലി 1 മണിക്കൂർ പ്രിലിംസ്, ½ an hour അനാലിസിസ്. നിങ്ങൾ അത്രയും ലെവൽ എത്തി കഴിയുമ്പോൾ എന്നിട്ട് ബാക്കി ഫുൾ ടൈം മെയിൻസിന് സ്പെൻഡ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മെയിൻസിന്റെ മോക്ക് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും, നല്ല സമയം എടുക്കും. അത് ക്വാണ്ടാണെങ്കിലും റീസണിങ് ആണെങ്കിലും. പിന്നെ നിങ്ങൾക്ക് ടൈം കാണില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് എന്നോട് ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് മോക്ക്, പ്രത്യേകിച്ച് മെയിൻസ്. പ്രിലിംസ് കുഴപ്പമില്ല, പക്ഷേ ഇപ്പം ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ആദ്യം തൊട്ടേ എന്ത് ചെയ്യും, സമയമെടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഐഡിയ കിട്ടുക എങ്ങനെയാ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. മോക്ക് ടെസ്റ്റ് നല്ല രീതിയിൽ ചെയ്യേണ്ട മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. മേ ബി നിങ്ങളിൽ പലർക്കും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും അതിനെ നിങ്ങൾക്കുള്ള സൊല്യൂഷനുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതെന്റെ ടെലഗ്രാം ചാനലാണ്, റീസണിംഗ് വിത്ത് അഞ്ജു. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുക. ഡെയിലി ബേസിസിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ എക്സാം ടൈമാണ്. ഇപ്പോൾ SBI ക്ലർക്ക് മെയിൻസിനും IBPS ക്ലർക്ക് മെയിൻസിനും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ദെൻ RRB ഒക്കെ വരാൻ പോവാണ്. സോ അപ്പം നല്ല അടിപൊളിയായിട്ട് എല്ലാവരും പഠിക്കുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.